വിലവർദ്ധനവിൽ നിന്നും 100% പരിരക്ഷ. ആഭരണങ്ങൾക്ക് 0% പണിക്കൂലി. പൂക്കൂട്ടുംപാടം മാരിഗോൾഡ് അവതരിപ്പിക്കുന്നു മാരിപ്പൊന്ന് 2025. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 04931200916. മലയോരത്തെ ഭീതിയിലാഴ്ത്തി വീണ്ടും കടുവയുടെ ആക്രമണം. കരുവാരക്കുണ്ട് കേരള പാന്ത്രയിൽ കടുവയുടെ ആക്രമണത്തിൽ കൂട്ടിൽ കെട്ടിയ കാള ചത്തു. തെക്കേൽ കരീം എന്ന ആളുടെ കാളയെയാണ് കടുവ ആക്രമിച്ചത്. കേരള എസ്റ്റേറ്റ് മേലെപാന്ത്രയിൽ സ്വകാര്യ എസ്റ്റേറ്റ് ഉടമയുടെ തൊഴുത്തിനോട് ചേർന്ന് കെട്ടിയിരുന്ന കാളക്കുട്ടിയെയാണ് കടുവ കടിച്ചു കൊന്നത്. തെക്കേടത്ത് കരീം എന്ന ആളുടെ പശുക്കൾ ഉൾപ്പെടെയുള്ള വളർത്തുമൃഗങ്ങളെ തൊട്ടടുത്തുള്ള എസ്റ്റേറ്റ് ഉടമയുടെ പശുക്കളോടൊപ്പം അദ്ദേഹത്തിന്റെ തൊഴുത്തിലായിരുന്നു രാത്രി കെട്ടാറുള്ളത്. എന്നാൽ കരീമിന്റെ ഒരു കാളക്കുട്ടനെ തൊഴുത്തിന് പുറത്താണ് കഴിഞ്ഞ രാത്രി കെട്ടിയിരുന്നത്. രാത്രിയിൽ കടുവ പിടിച്ച കാളക്കുട്ടിയുടെ ശരീരത്തിൽ കടുവയുടെ ഒരു പല്ല് മാത്രമാണ് മുറിവേൽപ്പിച്ചതായി കണ്ടത്. കാലുകളിലും പരിക്കുണ്ട്. ശനിയാഴ്ച തൊഴുത്തിനുള്ളിൽ വെച്ചാണ് കാളക്കുട്ടി ചത്തത്. മൃഗഡോക്ടറെത്തി പോസ്റ്റ്മോർട്ടം നടത്തി. കടുവയുടെ ആക്രമണമാണെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിന് തൊട്ടടുത്ത ജനവാസ മേഖലയിലാണ് മുൻപ് നിരവധി തവണ കടുവ നാട്ടുകാരുടെ മുന്നിൽപ്പെട്ടത്. കാളികാവ് പാറശ്ശേരിയിൽ റാവുത്തൻകാട്ടിൽ മെയ് 14 ഗഫൂർ അലി എന്ന ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ കടിച്ചു കൊലപ്പെടുത്തിയ ശേഷം വനം വകുപ്പിന്റെ 150ഓളം വരുന്ന ദൌത്യസംഘം മേഖലയിൽ കടുവയ്ക്കായി തിരച്ചിൽ നടത്തിയിരുന്നു. ഇതിനിടയിൽ കടുവയ്ക്കായി സ്ഥാപിച്ച കെണിക്കൂട്ടിൽ പുലി കുടുങ്ങുകയും ചെയ്തിരുന്നു. തിരച്ചിൽ സംഘത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട കടുവയെ വെടിവെക്കാതെ ഒഴിഞ്ഞുമാറിയ വനപാലക സംഘത്തിന്റെ നിലപാടിൽ നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു. കടുവയാണ് ജനവാസ മേഖലയിലെത്തി വീടിനോട് ചേർന്ന തൊഴുത്തിന് സമീപം കാളക്കുട്ടിയെ കടിച്ചു കൊന്നതെന്ന് വ്യക്തമായതോടെ നാട്ടുകാർ കൂടുതൽ ഭീതിയിലായി. ഇവിടെ കടുവയെ പിടികൂടാനായി കെണി സ്ഥാപിച്ചിട്ടുണ്ട്. രാത്രി പുറത്തേക്ക് മൂരിക്കിടാവാണ് 2 വയസ്സായി മൂരിക്കിടാവിന് മുറിവ് പറ്റിയിട്ട് അതിനെ കടുവ പിടിച്ചാണ്ട് കെട്ടിയതാണ്. അപ്പൊ ഇന്നിപ്പോ രാവിലെ അത് ചത്തുപോയിട്ടുണ്ട്. അപ്പൊ ഡോക്ടറൊക്കെ വന്നപ്പോ പിന്നെ കടുവ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നമുക്കിതിന് എതിരെ നല്ല ശക്തമായൊരു നടപടി വേണം. കാരണം ഇത് ജനങ്ങളോട് ഒരുപാട് വസിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. നമുക്ക് ഇതുകൊണ്ട് ഫോറസ്റ്റുകാർ ഇങ്ങനെ രാവിലെ വരിക വൈകുന്നേരം വരിക ഇതുകൊണ്ടൊന്നും നമുക്ക് തീരുമാനം ഇതിനെ പിടിച്ച് അല്ലെങ്കിൽ വെടിച്ച് കൊല്ലില്ല. അതിന് വേറെ നമ്മുടെ മുന്നിൽ നിന്ന് വേറെ വഴി ഇല്ല. കാരണം നമ്മളെ ഗഫൂർ മരിച്ചിട്ട് ഇപ്പോൾ 1 മാസത്തിന് മേലെ എന്നിട്ട് നമ്മൾ അവരെ ഈ രാവിലെയും വൈകുന്നേരം ഈ പോക്ക് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഇതിന് നമുക്ക് അടിയന്തരമായിട്ടൊരു നടപടി ന്യൂസ് ബ്യൂറോ, കാളികാവ്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.